വിചാരണ ജാമ്യം സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണനയ്ക്കായി മാറ്റി. വിചാരണ കോടതി നൽകിയ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരായി ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിനായി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഹാജരായി. ഇഡിക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത്. നാളെയോ മറ്റന്നാളോ ദില്ലി ഹൈക്കോടതി അന്തിമ ഉത്തരവിടാനിരിക്കെയാണ് തുഷാർ മേത്ത വാദിച്ചു. ഇതോടെ ഹൈക്കോടതി 2 ദിവസത്തിനകം അന്തിമ ഉത്തരവിറക്കുമെന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് മനോജ് മിത്ര ചോദിച്ചു. ഇപ്പോൾ മറ്റൊരു ഉത്തരവിടേണ്ട സാഹചര്യമുണ്ടോ എന്ന് സുപ്രീം കോടതിയും ആരാഞ്ഞു. വിചാരണ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പരിഗണിക്കാതെ ഹൈക്കോടതി ഇഡിയുടെ അപ്പീൽ സ്റ്റേ അനുവദിച്ചത് നീതി നിഷേധമായേക്കുമെന്ന് സിംഗയും മറ്റൊരു അഭിഭാഷകൻ വിക്രം ചൌധരിയും അഭിപ്രായപ്പെട്ടു. അതേസമയം ദില്ലി ഹൈക്കോടതിക്കെതിരായ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തി. വിചാരണ കോടതിയുടെ ജാമ്യം ഉത്തരവിന്റെ പൂർണ്ണ രൂപം കാണിക്കുന്നതിന് മുൻപ് ദില്ലി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തത് അസ്വാഭാവികമായെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.